നമസ്കാരം. അയ്യപ്പ ഭക്തർ കാത്തിരിക്കുന്ന മകരവിളക്കിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ്. 14-ാം തീയതി വൈകുന്നേരമാണ് മകരവിളക്ക്. അതിനോടനുബന്ധിച്ചിട്ടുള്ള തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ഏതാനും അല്പസമയത്തിനുള്ളിൽ തുടക്കമാകും. ഇന്ന് രാവിലെ മുതൽ തന്നെ തിരുവാഭരണ ഘോഷയാത്രയുടെ പ്രാരംഭ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. പന്തളം സ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ നിന്നും വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ തിരുവാഭരണ പേടകങ്ങൾ മാറ്റിയിട്ടുണ്ട്. തത്വമയുടെ തത്സമയ സംപ്രേക്ഷണം ഈ തിരുവാഭരണ ഘോഷയാത്ര കാനനപാതയിലൂടെയുള്ള ഘോഷയാത്രയുടെ മുഴുവൻ ദൃശ്യങ്ങളും തത്വമയി തത്സമയം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി മുതൽ തത്വമയുടെ വാർത്താ സംഘം പന്തളത്തുണ്ട്. അവിടെ ഞങ്ങളുടെ വാർത്താ സംഘത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് സുരക്ഷാ വീഴ്ച. വലിയ സുരക്ഷാ വീഴ്ചയാണ് ഈ തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കുന്ന പന്തളത്ത് ഉണ്ടായിരിക്കുന്നത്. തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കുന്ന പന്തളം കൊട്ടാരത്തിൻ്റെ പരിസര പ്രദേശത്തു നിന്നും ഞങ്ങളുടെ പ്രതിനിധി സനോജ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിക്കാൻ ആണ് ഈ ഒരു വാർത്ത. കാര്യം നമുക്കറിയാവുന്നതുപോലെ വളരെ പൗരാണികമായ ചരിത്ര പ്രസിദ്ധമായ തിരുവാഭരണ യാത്ര, ആ തിരുവാഭരണ യാത്രയ്ക്ക് ഉള്ള തിരുവാഭരണങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന മാളിക ഇതിന് തൊട്ടടുത്താണ്. ഈ ഒരു പ്രദേശം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. മറ്റ് ആരൊക്കെയോ ഇതുവഴി സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവഴി സഞ്ചരിക്കുന്നവരുടെ ഐഡൻറ്റിറ്റി പരിശോധിക്കുകയോ അല്ലെങ്കിൽ അവരെ ഇങ്ങോട്ട് കടത്തിവിടുകയോ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇതിനൊന്നും ആർക്കും കൃത്യമായ ഉത്തരം നൽകാൻ കഴിയുന്നില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഈ രാവിരുണ്ട നേരത്ത് ഇപ്പോൾ രാത്രി 1:15 മണിയായിരിക്കുന്നു. എൻ്റെ ഈ വാച്ചിൽ കാണാം 1:15 മണിക്കാണ് ഞങ്ങൾ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത്. ഈ 1:15 മണിക്ക് ഈ ഒരു പരിസരം വിജനമാണ്. ഇവിടെ ഈ പറഞ്ഞതുപോലെ സുരക്ഷാ ക്രമീകരണത്തിനോ സുരക്ഷാ നിയന്ത്രണത്തിനോ വേണ്ടി ഒരു പോലീസുകാരൻ പോലും ഈ പരിസരത്തില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഈ വാർത്തയിലൂടെ ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോഴും ഇതുവഴി ഈ തെരുവിലൂടെ ആരൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഇവരുടെ ഐഡൻറ്റിറ്റി പരിശോധിക്കുകയോ ഇവരാരാണെന്നോ ഒരു തിരിച്ചറിയൽ രേഖ നോക്കുകയോ അങ്ങനെയുള്ള ഒരു നടപടിക്രമങ്ങളും ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും ഈ ഒരു കാര്യം പൊതു സമക്ഷത്തിൽ എത്തിക്കാൻ വേണ്ടിയാണ് തത്വമയി ന്യൂസ് ഈ ഒരു വാർത്ത ചെയ്യുന്നത്. നമുക്കെന്തായാലും ഇവിടെയുള്ള കൂടുതൽ ദൃശ്യങ്ങൾ കാണാം. പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പകൽ സമയങ്ങളിൽ തിരക്കേറുന്ന സമയങ്ങളിൽ ഈ ഒരു പോയിന്റിലാണ് പോലീസ് ചെക്ക് പോയിന്റിൽ നിന്നുകൊണ്ട് പോലീസ് ഡ്യൂട്ടിയിൽ നിന്നുകൊണ്ട് വാഹനങ്ങൾ തടയുകയും ഭക്തരെ വഴിതിരിച്ചു വിടുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഈ രാത്രി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പോലീസുകാർ പോലും ഈ പരിസരത്തില്ല എന്നുള്ളതാണ് ഈ ഒരു പ്രശ്നത്തിൻ്റെ ഗൗരവം കൂട്ടുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവാഭരണങ്ങൾ പുറപ്പെടാൻ ഇനി മണിക്കൂറുകളില്ല, ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്നിട്ട് പോലും ഒരു പോലീസുകാർ ഈ ഭാഗത്തിൽ ഡ്യൂട്ടിയിലില്ല എന്നുള്ളതാണ് ഈ വാർത്തയിലൂടെ തത്വമയി ന്യൂസ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി സനോജ് നായർ ആയിരുന്നു പന്തളത്തു നിന്നും ഈ റിപ്പോർട്ട് തയ്യാറാക്കി അയച്ചത്. ഇന്നലെ രാത്രി
തത്വമയുടെ വാർത്താ സംഘം പന്തളത്തെത്തുമ്പോൾ കണ്ട കാഴ്ചയാണ്. ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ്. മൂല്യമേറിയ തിരുവാഭരണങ്ങൾ സഞ്ചരിക്കുന്ന പാതയിൽ ഇതുവരെ സുരക്ഷ ഒരുക്കാൻ കേരള സർക്കാർ തയ്യാറായിട്ടില്ല. ദേവസ്വം ബോർഡ് അധികൃതർ ഇതിൽ വലിയ അലംഭാവം കാട്ടുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ക്രമസമാധാന അന്തരീക്ഷം വളരെയധികം മോശമാണ്. പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളുടെ നിരോധനം നടപ്പാക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത്തരം ഘോഷയാത്രകൾക്ക് ഒരുക്കേണ്ടിയിരുന്ന സുരക്ഷ അവിടെ കാണാനാകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ആശങ്കയോടുകൂടിയാണ് ഞങ്ങളുടെ വാർത്താ സംഘം ഈ റിപ്പോർട്ട് അയക്കുന്നത്. എന്തായാലും തിരുവാഭരണ യാത്ര കടന്നു പോകുന്ന സ്ഥലത്തു കൂടിയുള്ള ഇത്തരത്തിലുള്ള വാർത്തകൾ തീർച്ചയായും വരും ദിവസങ്ങളിലും പ്രതീക്ഷിക്കാം. തത്വമയി ന്യൂസിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. തിരുവാഭരണ യാത്രയുടെ എല്ലാ പ്രധാനപ്പെട്ട ചടങ്ങുകളും വിസ്മയ കാഴ്ചകളും തത്സമയം തത്വമയി ന്യൂസിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുന്നതാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.